ഒറ്റക്കെട്ടായിട്ടുള്ളൊരു തീരുമാനമായി തന്നെ നമുക്കിത് വിലയിരുത്താൻ പറ്റും. അതല്ലേ ഐക്യകണ്ഠ്യേന പ്രമേയം അവതരിപ്പിച്ചത് ഞാൻ യോഗം ചർച്ച ചെയ്തു. യോഗം ഐക്യകണ്ഠ്യേന പാസാക്കി. NSSന്റെ ഒരു നിലപാട് സമദൂരമാണെന്ന് നമ്മൾ പലതവണ ആവർത്തിച്ചു. കഴിഞ്ഞ 2-ാം തീയതി രാഷ്ട്രീയത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അതവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു കോട്ടം തട്ടുമെന്നുള്ളൊരു സംശയമാണ്, അതോ ആശങ്കയാണോ? ലക്ഷണം കണ്ടു, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നിലപാട് എന്തായാലും മാറ്റമൊന്നും. ഈ സാമൂഹിക വിഷയങ്ങളിൽ ഒന്നിക്കണമെന്നൊരു കാര്യമാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. നമ്മൾ SNDP ആയിട്ടുള്ള ഐക്യം സംസാരിച്ചപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഒന്നിക്കണം. സാമൂഹ്യ വിഷയങ്ങളിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യൻ സഭയോട് അനാദരവ് കാണിച്ചാൽ അത് ഞാൻ പറയും, ഞങ്ങൾ പറയും അത് തെറ്റാണെന്ന് പറയും. ഒരു മുസ്ലിമിനാണേലും അതും തെറ്റാണെന്ന് പറയും. ഒരു നായർക്കാണെങ്കിലും അതും തെറ്റാണെന്ന് പറയും. അത് അല്ലാതെ ഏതിനെ അതുപോലെ ന്യായമായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. അതാണ് സാമൂഹിക നീതിക്ക് വേണ്ടി പ്രതികരിക്കും എന്ന് പറയുന്നത്. ഈ ഐക്യം എന്ന് പറയുമ്പോൾ വലിയ ചർച്ചയായിരുന്നു. 2011 ഒരു ചർച്ച കഴിഞ്ഞു. അന്ന് സംവരണ വിഷയമായിരുന്നു. അതില്ലെന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഈ രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടന്നതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഐക്യം വേണ്ട എന്നുള്ള നിലപാടിലേക്ക്? അല്ല, ഇതിന്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ കളികളുണ്ട് എന്നുള്ള ഒരു ധാരണ അവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഈ NDAയുടെ സംസ്ഥാന നേതാവായിട്ട് നിൽക്കുന്ന ഒരാളിനെ രാഷ്ട്രീയമില്ലാത്ത SNDP NSSും കൂടി യോജിക്കുകയാണെങ്കിൽ ആ ആളിനെ എന്തിനാ പറഞ്ഞു വിട്ടു? അതേസമയം ആള് വന്നാൽ ഞാൻ സ്വീകരിക്കും. അത് വ്യക്തിപരമായതാ. അത് എൻ്റെ വീട്ടിലും പുള്ളി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈഫ് മരിച്ച സമയത്തൊക്കെ വന്നിട്ടുള്ള ആളാണ് അങ്ങനെ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഏർപ്പാട് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് കാണേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ശബരിമല വിഷയത്തിൽ മാത്രമാണല്ലോ ഈ സമദൂരത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചത്? അല്ലല്ല, വ്യത്യസ്തമല്ലല്ലോ. അതിനകത്തൊരു ശരിദൂരം കണ്ടെന്നേ ഉള്ളൂ. ശരിദൂരം എന്നാണ് സമദൂരത്തിലെ ശരിദൂരം. അതെ, ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയല്ലേ? അതെ, അത് അതുപോലെ തുടരുക. സംസ്ഥാന സർക്കാർ പിന്നെ ഈ പറഞ്ഞ ഈ സമ്മേളനത്തിന് പോയി അവിടെ നേരത്തെ ഉള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തിയ ഗവൺമെൻറ് തന്നെ ആ മാറ്റങ്ങൾ സ്വയം തിരുത്തി. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പോയത്. ഈ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലാതെ കുറ്റം ചെയ്ത സംസ്ഥാന ഗവൺമെൻറ്റാണ് അത് പരിഹരിച്ചത്. അവർ തന്നെ പരിഹരിച്ചു. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, കേന്ദ്രമാകട്ടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, അതിന് ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ട് നിന്നില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കും. ഇപ്പോൾ BJP നേതാക്കളെ വിമർശിച്ചു. സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു. കേന്ദ്രം ശബരിമലയിൽ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ BJPക്ക് സ്വാഭാവികമായിട്ട് അവർക്കൊരു തിരിച്ചടിയാണ്. കോൺഗ്രസ് നേതാക്കളെയും വിമർശിച്ച ഒരു പ്രസ്താവന താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായി സതീശന്റെ കാര്യത്തിൽ. അപ്പൊ ഇതൊരു സതീശനെ വിമർശിച്ചിട്ടില്ലല്ലോ. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ഉടനെ ഞാൻ സതീശനും കൂടെ ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞതല്ല. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയും പ്രായവും ഇതുമുള്ള ഒരാളിനെ, ഒരു സമുദായ നേതാവിനെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാലും പാടില്ല അതങ്ങനെ വില കുറഞ്ഞ രീതിയിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. അതിന് വ്യക്തമായി ഞങ്ങളുടെ അഭിപ്രായം, ആ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം അതാണെന്ന് പറഞ്ഞു. അതിനകത്ത് എങ്ങനെയാണ് സതീശനെ അപ്പം ഞാൻ തിരുത്തു കൊടുത്തു. സതീശൻ എന്തിനാ ഉഴപ്പൊക്കെ കാണിക്കേണ്ട കാര്യം എന്തോന്നു? SNDP NSSുമായിട്ടുള്ള യോജിപ്പിൻ്റെ എൻ്റെ ഒരു കാര്യം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഒരുമിച്ച് പറയുമ്പോൾ ഈ സതീശനെ മാത്രം പൊക്കിയെടുത്ത്, അപ്പോൾ സതീശനെ കൊണ്ട് നടക്കുന്ന ചില ചാനലുകാരാണ്. ലയൻ ഐക്യം കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് തോന്നിയോ? അങ്ങനെ ഒരു സംശയം ഇല്ല, അത് ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആളുകൾക്ക്, ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അത് നിഷേധിക്കാൻ പാടില്ല. അതേ ഉള്ളൂ. അതെ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം. 27 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. 26 പേരും ഉണ്ടായിരുന്നു അവിടെ. ഒരാൾ സുഖമില്ല അല്ല നിങ്ങളുടെ മന്ത്രിയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞൊരു നിലപാട്. അതാണ് 27-ൽ 26 പേരും ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി
ഒരുമിച്ച് ആണ് ആ തീരുമാനങ്ങളെല്ലാം ഈ ഒരു തീരുമാനം എടുത്തതെന്നാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുകൊണ്ട് ഒരു ലാഭം ഉണ്ടാകത്തില്ല. സമദൂരത്തിൽ ഉറച്ചു നിന്നുള്ള ഒരു നിലപാടാണ് NSSന്റേത്. അതുകൊണ്ട് തന്നെ ആ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ചർച്ചകൾക്ക് അയച്ച വ്യക്തി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ടാണ് ആ ചർച്ച പരാജയപ്പെട്ടത്. എന്തായാലും സമീപഭാവിയിൽ മുൻകാലത്തെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സമീപഭാവിയിലൊന്നും ഒരു ഐക്യം വേണ്ട എന്നുള്ള നിലപാടാണ്. അത് സമദൂരം അവരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഇപ്പോൾ നമ്മളോട് ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.